നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഒരു വലിയ സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ ശരിക്കും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിനെ അനുഗ്രഹിച്ച ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലത്തെ ദീപാരാധന സമയത്ത് നമ്മളെല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. ആ സന്തോഷമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ വകയായിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മുടെ ഗുരുവായൂരപ്പന് ഒരു സമ്മാനം നമ്മൾ നൽകാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറിൻ്റെ അതിൻ്റെയൊക്കെ ഒരു പങ്ക് അത് ഗുരുവായൂരപ്പനുള്ളതാണ്. അപ്പം അങ്ങനെ പല സമ്മാനങ്ങളും നൽകിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താണ് നൽകേണ്ടത് എന്നുള്ള ചിന്തയിൽ ഒന്നുകിൽ ശംഖ് അല്ലെങ്കിൽ ഭഗവാന് കാതുപൂക്കൾ നൽകാം, അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പോൾ അതിലേതാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ലാലാമ്മയുണ്ട്, മേഘാമ്മയുണ്ട്, ഞാനുണ്ട്, വിഷ്ണു ഉണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് വിഷ്ണു പറയണത്, ലാലാമ്മ ശംഖുണ്ട്, ഈ കാതുപൂക്കൾ പറഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും ലാലാമ്മ പറഞ്ഞു, ഞാനിപ്പോൾ കയ്യിൽ ശംഖ് പിടിച്ചിട്ടാണ് ഇരിക്കണത് എന്ന് പറഞ്ഞു. അതായത് ലാലാമ്മ ഭഗവാന് വിളക്കൊക്കെ വെച്ച്, അത് രാവിലെയാണ് കേട്ടോ, രാവിലെ വിളക്കൊക്കെ വെച്ചിട്ട് ശംഖിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ തളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശംഖ് കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്താണ് വിഷ്ണു വിളിക്കുന്നത്. അപ്പോൾ ശംഖ് വേണോ എന്ന് ചോദിക്കുന്ന ആ ഒരു സമയം തന്നെ ശംഖ് കയ്യിൽ പിടിച്ചിട്ടിരിക്കണമെന്നാണ് ലാലാമ്മ പറഞ്ഞേ. കാതുപൂക്കളെ കുറിച്ച് അവിടെ പരാമർശിക്കേണ്ട കാര്യമേ വന്നില്ല. അങ്ങനെ അത് ഭഗവാന്റെ ആ ഒരു തീരുമാനമായിരിക്കാം, ഭഗവാന്റെ ഒരു ഇഷ്ടമായിരിക്കാം. അപ്പോൾ ആ ഒരു കോയിൻസിഡൻസ് എന്ന് നമുക്ക് പറയാമെങ്കിലും അത് ഭഗവാന്റെ ആഗ്രഹമാണ്. അങ്ങനെയാണ് ശംഖ് നൽകാം ഭഗവാനെ, ശംഖ് സ്വർണം കെട്ടിച്ചിട്ട് നൽകാമെന്ന് തീരുമാനിക്കണത് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ശംഖ് കെട്ടിച്ചിട്ട് മിനിഞ്ഞാന്ന് അന്നാണ് ഇത് കയ്യിൽ കിട്ടിയത് കേട്ടോ, അന്നാണ് നമുക്ക് ലഭിക്കണത്. അപ്പോൾ അന്നാണെങ്കിലോ അന്ന് ലാലാമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അത്രയും നല്ലൊരു ദിവസം ആ ശംഖ് കയ്യിൽ കിട്ടി. ഏറ്റവും വലിയ ആ ഒരു അതിശയം, ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അന്നത്തെ ഭഗവാന്റെ അലങ്കാരത്തിലെ ശംഖ് പിടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പാർത്ഥസാരഥിയായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരം ഉണ്ടായിരുന്നല്ലോ, വലത്തെ കയ്യിൽ ചമ്മട്ടിയും ഇടത്തെ കയ്യിൽ ശംഖുവാ ഭഗവാന്റെ കയ്യിൽ. അപ്പൊ ഇത് മേഘാമയെ പറഞ്ഞു, നോക്കൂ ഭഗവാന്റെ കയ്യിൽ ഭഗവാൻ ശംഖ് പിടിച്ചിട്ടായിരിക്കുന്നത്. അന്ന് തന്നെയാണ് നമുക്ക് ഈ ശംഖും കെട്ടിച്ചിട്ട് കിട്ടിയത്, അന്ന് ലാലാമ്മയുടെ പിറന്നാളും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പൊ അത് നോക്കൂ, ഭഗവാൻ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയായിരുന്നു ഭഗവാന് ശംഖ് ലഭിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഓരോ നിമിത്തങ്ങളിലൂടെ, ഓരോ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരിക. തീർച്ചയായിട്ടും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിന്റെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് പലതവണ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഇതൊക്കെ നിസ്സാരമായിട്ടൊക്കെ ആയിരിക്കും തോന്നുക, ഒരു കോയിൻസിഡൻസ് എന്ന് മാത്രമേ അവർ കരുതുള്ളൂ. പക്ഷെ ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും അങ്ങനെയല്ല തോന്നുക. ഭഗവാൻ പ്രത്യക്ഷത്തിലെ നമുക്ക് കാണിച്ചു തരുന്ന, ഭഗവാന്റെ സാമീപ്യം നമുക്ക് അനുഭവസ്ഥമാക്കി തരുന്ന കുറച്ച് സമയങ്ങളാണത്. അപ്പം അങ്ങനെ ഇന്നലെയാണ് കേട്ടോ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചത്. ഞാനും വിഷ്ണു, ലാലാമ്മ ഉണ്ടായിരുന്നു. മേഘാമ്മയ്ക്ക് ഇന്നലെ വരാൻ സാധിച്ചില്ല, മേഘാമ്മ ഒരു കാര്യത്തിന് ഹൈദരാബാദ് പോയിരിക്കുക. അങ്ങനെ ഭഗവാന് ശംഖ് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ഈ ഭാഗത്ത്, വലത്തെ ഭാഗത്ത് വിഷ്ണു അത് കാണിക്കുന്നതായിരിക്കും. ഇന്നലത്തെ അനുഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ശംഖ് സമർപ്പിക്കാനായിട്ട് വന്നു ഞാനും ലാലാമ്മയും വിഷ്ണു, പിന്നെ ഇന്നലെ കുഞ്ഞാവയും കൂടി ഉണ്ടായിരുന്നു. സാധാരണ തൊഴാൻ വരുന്ന സമയത്ത് ആ കൊടിമരത്തിന്റെ അവിടെ നിന്ന് അങ്ങനെ തൊഴും. പിന്നെ അങ്ങനെ ഒരു 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ നാലമ്പലത്തിനകത്തേക്ക് ഞങ്ങൾക്ക് കയറാൻ സാധിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ കുറച്ചധികം സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. കുഞ്ഞാവയ്ക്കും ചെറിയ ചൂടൊക്കെ ആയിട്ടുള്ള ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഭഗവാൻ ഇങ്ങനെ കാത്തു നിർത്തിയത് എന്ന് ഞങ്ങൾ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളെ കാത്തു നിർത്തിയതെന്ന് മനസ്സിലായത്. ഞങ്ങൾ കയറുമ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏകദേശം ദീപാരാധന അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. അങ്ങനെ അകത്തേക്ക് കയറി നാലമ്പലത്തിനകത്ത് പ്രവേശിച്ചു. ഭഗവാനെ നന്നായിട്ട് തൊഴുതു. അങ്ങനെ പുറകിലെ മേൽശാന്തി ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഭഗവാനെ ശംഖ് സമർപ്പിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ദീപാരാധനയാണ് നടക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ ഒരുമിച്ചിട്ട് ആ ഒരു സമയത്ത് കൊണ്ടുപോയിട്ട് ഭഗവാനെ സമർപ്പിക്കാം, അദ്ദേഹം തന്നെ ഭഗവാന്റെ ഏൽപ്പിക്കാം, ഭഗവാനെ ഏൽപ്പിക്കണമല്ലോ, ഭഗവാന്റെ കയ്യിൽ കൊടുക്കണമല്ലോ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ദീപാരാധനയുടെ സമയമായപ്പോൾ അദ്ദേഹം ശംഖ് എടുത്തിട്ട്
ഞങ്ങളും കൂടെ ചെന്നുട്ടോ പുറകിലായിട്ട്. അദ്ദേഹം ചെന്നിട്ട് ശ്രീലകത്ത് കയറിയിട്ട് ഭഗവാന്റെ കയ്യിൽ, ഇന്നലെ വെണ്ണ പിടിച്ച് നിൽക്കുന്ന കണ്ണനായിരുന്നു, കയ്യിൽ ശംഖ് വെച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. സോപാനപ്പടിയിൽ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴാനായിട്ടും സാധിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ, പിന്നെ അടുത്തത് ദീപാരാധനയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നട അടച്ചു. ദീപാരാധന കഴിഞ്ഞിട്ട് ദീപാരാധനയ്ക്കായിട്ട് നട തുറക്കുന്ന സമയത്ത്, ഭഗവാനെ ആരതി ഒഴുകുന്ന സമയത്ത് ഭഗവാന്റെ കയ്യിലെ ആ ശംഖും പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. സാധാരണ ഇങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് അത് ഭഗവാന്റെ കയ്യിൽ വെച്ചു കൊടുക്കും, അതായത് ഭഗവാനെ ഒന്ന് തൊടിയിക്കും, പിന്നെ തിരികെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളൂ എന്നാ പറയാ. പക്ഷെ ഇന്നലെ കുറച്ച് അധികം സമയം ഭഗവാൻ ആ ശംഖും പിടിച്ചു നിന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം കൊതിച്ച് അല്ലെങ്കിൽ എത്രത്തോളം ഇഷ്ടത്തോടെയാണ് ഭഗവാൻ ആ ശംഖ് സ്വീകരിച്ചെന്നുള്ളത്. അപ്പൊ അതൊക്കെ ആയപ്പോൾ ഒരുപാട് സന്തോഷം ലഭിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ ഇരട്ടി സന്തോഷമാണ് ലഭിക്കുക. പ്രത്യേകിച്ച് ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ ഇങ്ങനെ അടുത്ത് വരിക, അപ്പോഴേ അതൊക്കെ മനസ്സിലാകുള്ളൂ. അപ്പൊ അതിനുള്ള അനുഗ്രഹവും, ഭഗവാനോട് അടുക്കാനുള്ള, ഭഗവാനിലെ ഭക്തി ഉണ്ടാകാനുള്ള അനുഗ്രഹം കൂടെ നമുക്ക് നൽകണേന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട്. നമ്മളിപ്പോൾ കുറച്ചു നേരം ഭഗവാൻ കാത്തു നിർത്തുകയാണെങ്കിൽ ഒന്നും സങ്കടപ്പെടാൻ പാടില്ല. അതിനേക്കാൾ വലിയ അനുഗ്രഹം അല്ലെങ്കിൽ വലിയ സന്തോഷവും ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുക. അത് ദുഃഖങ്ങൾ വരുമ്പോഴും അതേപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതിന് പുറകിലെ ഒരു സന്തോഷം ഭഗവാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഭഗവാൻ നമുക്കത് നൽകി അനുഗ്രഹിക്കും. കാത്തിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും അപ്പുറത്താണ് ഭഗവാന്റെ ആഗ്രഹങ്ങൾ നമ്മളെ കുറിച്ചുണ്ടായിരിക്കുക, നമ്മുടെ ഭാവിയെ കുറിച്ചുണ്ടായിരിക്കുക. അപ്പൊ എപ്പോഴും ഭഗവാന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാം നടക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതെല്ലാം നമുക്ക് അനുകൂലമാകണേ എന്ന് കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കാനും നന്നായിട്ട് ഭഗവാനിലേക്ക് അടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ വേറൊരു സന്തോഷം ഇന്നലെ ഉണ്ടായിരുന്നത്, പലരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഷോർട്ട് വീഡിയോ ഇന്നത് രാവിലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ അവിടെ നിന്ന് ദേവിയുടെ ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ പൊങ്കാലയായിരുന്നു കേട്ടോ. പൊങ്കാല മഹോത്സവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആദ്യ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരാനുള്ള ഒരു ഭാഗ്യം, അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്, ഭഗവതി അമ്മയുടെ അനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന അതേ ഭഗവതി തന്നെയാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഭഗവതിനെ കുറിച്ച് പറയുമ്പോഴും ആ കാണണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത് ഭഗവതിക്ക് മാത്രമല്ല കേട്ടോ, അവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് സന്തോഷത്തോടെയാണ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ നോട്ടീസൊക്കെ കണ്ടിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശിക ഞങ്ങളുടെ നാട്ടിലേക്കാണ് വരുന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് സമയത്താണ് വരിക, ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വരാമെന്നൊക്കെ. അങ്ങനെ നിരവധി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള, ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങളെ കാണാനായിട്ട് സാധിച്ചു. നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ. നല്ല ഒരുമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ, നല്ല നിഷ്കളങ്കരാണെന്നൊക്കെ തോന്നി എനിക്ക് അവിടെ ഉള്ളവരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ. അങ്ങനെ പുത്തുക്കാവിൽ അമ്മയുടെ ഒരു അനുഗ്രഹം കൂടെ ലഭിച്ച ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരുപാട് സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, എനിക്ക് എങ്ങനെയത് പറയേണ്ടതെന്ന് അറിയുന്നില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. എന്താഗ്രഹം ഉണ്ടെങ്കിലും നടക്കുന്നതാണ് പറയുക. അവിടെയുള്ള എല്ലാവരുടെയും അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. പലരും പൊങ്കാല ഇടാനൊക്കെ ആയിട്ട് വന്നിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് പിന്നെയും തുടർ വർഷങ്ങളിലെ പൊങ്കാല ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവതിയുടെ അനുഗ്രഹവും പുത്തുക്കാവിലമ്മയുടെ അനുഗ്രഹവും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടാകട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം കേട്ടോ. ഭഗവാൻ ഇന്നലെ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് ശ്രീലകത്തിരിക്കുന്നുണ്ടായിരുന്നത്. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കണ്ടു തൊഴുത ആ അലങ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം തൊഴുത സമയത്ത് ഭഗവാന്റെ വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കുഴലായിരുന്നു. പിന്നെ ഒന്നും കൂടി തൊഴാനായിട്ട് സാധിച്ചു, അതായത് ശംഖ് സമർപ്പിക്കുന്ന സമയത്തെ. അപ്പോൾ ഭഗവാന്റെ വലത്തെ കയ്യിൽ വെണ്ണയും ശംഖും ഉണ്ടായിരുന്നു, ഇടത്തെ കയ്യിൽ ഓടക്കുഴല്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലങ്കാരം പറയാം. ഭഗവാൻ ഇന്നലെ 3 തിരുമുടിമാലയായിരുന്നു. 2 എണ്ണം ഒരേപോലത്തെ കേട്ടോ. അത് ചുവപ്പ് വെള്ള രണ്ടും ഒരേപോലത്തെ ആയിരുന്നു തിരുമുടിമാല. പിന്നെ ഒരെണ്ണം താമരയും, ആദ്യത്തെ വെള്ളം എന്ന് പറയുന്നത് നന്ദ്യാർവട്ടമാണേ. പിന്നെ 3ാമത്തെ മാലയിലെ താമരയും തെച്ചിയും കൂടിയിട്ടായിരുന്നു പുറത്തുണ്ടായിരുന്നത്. 2 ഉണ്ടമാലയുണ്ട്. നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഉണ്ടമാലയായിരുന്നു. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, പിന്നെ താമരയുടെ ഇതളുണ്ട്.
അതിൽ ആദ്യം കുറച്ച് തെച്ചി, തുളസി, താമര ഇങ്ങനെ കോർത്തിട്ട് പിന്നെ കുറച്ച് അധികം തെച്ചിയാണ്, അത് നല്ല വീതിയിൽ ഉണ്ടയായിട്ട് നല്ല നീളത്തിൽ കുറേ ഭാഗത്ത് തെച്ചി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ മാറി മാറി കോർത്തായിരുന്നു. അതിന് നടുക്കാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ടിട്ടോ, നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത്. അങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. തിലകമുണ്ട്, നെറ്റിയിൽ ഗോപി തിലകുണ്ട്, പിന്നെ വലിയ കാതുപൂക്കളുണ്ട്, 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു വളയം പോലത്തെ മാല, പിന്നെ 2 മാല അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ ഉണ്ട്. നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇടത്തെ കയ്യിൽ ഉടക്കുഴലുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്. പിന്നെ അരയിൽ കിങ്ങിണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പട്ടുകോണകമൊക്കെ ഉണ്ട്. ആ പട്ടുകോണകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിങ്ങിണിയുടെ ആ മുൻവശത്തുള്ള കുറച്ചിങ്ങനെ അലുക്കുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ, ആ അലങ്കാരങ്ങൾ, അത് കാരണം പട്ടുകോണകമൊന്നും ശരിക്കും കാണാനില്ല. ആ കിങ്ങിണി തന്നെ പട്ടുകോണകത്തിന് മറച്ചിരിക്കുക. പിന്നെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിക്കുട്ടനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളെയൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്ന, നമ്മുടെ മനസ്സിലൊക്കെ നിറയെ സന്തോഷം നിറയ്ക്കുന്ന ഒരു ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെണ്ണയൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ആ വെണ്ണ എന്ന് പറയുന്നത് ഓരോ ഭക്തൻ്റെയും, ഭഗവാനെ കാണാനായിട്ട് വരുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സാണ്. ആ മനസ്സിൽ നിറയെ ഭക്തിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭക്തിയാണ് അതിൽ ഭഗവാൻ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും ഭഗവാനോട് ഭക്തിയുള്ളവരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട്, എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വെണ്ണയൊക്കെ പിടിച്ചു നിൽക്കുന്ന, ഉടക്കുകളിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്തു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഒരു ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അടുക്കളയിലെ ഭഗവാന്റെ ഫോട്ടോ വെക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുൻപായിട്ടേ, നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിലെ ഒരു കലവറ കൃഷ്ണൻ ഉണ്ടായിരുന്നു കുറച്ച് മുൻപ്. അത് ആ കലവറ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വെണ്ണക്കുടമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു കൃഷ്ണന്റെ ഒരു ചെറിയൊരു ശില്പമാണത്. അത് നമ്മൾ കൊണ്ടുവന്നത് തന്നെ നമുക്ക് അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്ത്രീകളുടെ പൊതുവെ ഒരു ദിവസം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണല്ലോ. ഭഗവാനെ തൊഴുതിട്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ആദ്യം ഭഗവാനെ നീതിക്കുക, എന്നിട്ട് അത് പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേണ്ടിയിട്ടായിരുന്നു കലവറ കൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നിരവധി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ആ വാങ്ങിയവരല്ല എന്തായാലും ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിൻ്റെ ഉത്തരം പറയാം. നമുക്ക് അടുക്കളയിലൊക്കെ ഭഗവാന്റെ ഫോട്ടോ വെക്കുന്നതിലൊന്നും യാതൊരുവിധ തടസ്സവും ഇല്ല കേട്ടോ. പലരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരോ പറഞ്ഞു അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, അത് ദോഷാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു സംശയം ചോദിച്ചിരിക്കുന്നത്. പൊതുവേ നമ്മൾ മനുഷ്യർ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ദോഷമാണ്, അതെങ്ങനെ വരും ഇങ്ങനെ വരും അങ്ങനെയൊക്കെ പറയാ. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ സേവിച്ചോട്ടെ എന്ന് ഒരാളും വിചാരിക്കില്ല. നേരെ മറിച്ച് അവരുടെ വീട്ടിൽ ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മളൊന്ന് ആദ്യം ചിന്തിക്കുക, അതിലെന്തെങ്കിലും സത്യമുണ്ടോ, അത് ഭഗവാനോട് ചേർന്നതാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ മാത്രമല്ല, ബെഡ്റൂമിൽ വെക്കാം ഭഗവാന്റെ ഫോട്ടോ, അതിലൊന്നും വിരോധമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ബാത്റൂമിലായിട്ടിരിക്കുന്ന ദിവസം നമ്മൾ കുളിക്കാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും, ബാത്റൂമിലാണ്, നമ്മളൊന്ന് കാല് വഴുതി വീഴാൻ പോയി. അപ്പോൾ ആരെയും നമ്മൾ വിളിക്കുക, അയ്യോ ഈശ്വര ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങനെയല്ലേ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ വീണ് കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പൂജാമുറിയിൽ പോയിട്ട് ഭഗവാനെ വിളിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? അതൊക്കെ റിഫ്ലെക്സ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻസാണ്. നമ്മുടെ വായിൽ നമ്മുടെ അമ്മയുടെ പേര്, അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛ അല്ലെങ്കിൽ ഭഗവാനെ കൃഷ്ണ അങ്ങനെ വരുള്ളൂ. അതൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കില്ലേ? അപ്പോൾ അടുക്കളയിൽ നിന്ന് ഭഗവാനെ വിളിച്ചാൽ എന്താ കുഴപ്പം? അത്രയേ ഉള്ളൂ. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം കേട്ടോ. നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലത്ത് ഒരു കുരു വന്നു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയാണ്, ഭഗവാനെ ഇന്ന സ്ഥലത്തുള്ള എൻ്റെ അസുഖം ഒന്ന് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുക. പകരം നമ്മൾ വിചാരിക്കുമോ, അയ്യോ ഭഗവാൻ അത് പറയാൻ പാടില്ല, പാടാത്ത ഒരു സ്ഥലമാണ്, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അതെന്നാ പകരം കയ്യെന്ന് പറയാം, അല്ലെങ്കിൽ മുഖം എന്ന് അങ്ങനെ പറയാം. അങ്ങനെ ആരും വിചാരിക്കില്ലല്ലോ. ആ സ്ഥലത്തെ അസുഖം മാറ്റി തരണേന്നല്ലേ വിചാരിക്കുള്ളൂ. അതായത് ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ദോഷമുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഭഗവാൻ കാണാൻ പാടില്ല, അരുതാത്ത കാര്യങ്ങളാണ്, അങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ അവിടെ വെക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ പകരം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ ഫോട്ടോ ഇന്നതൊക്കെയാണ് വെച്ചിരിക്കണേ, കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മൾ ചെയ്യാണ് കുറേ കാര്യങ്ങൾ, ഭഗവാൻ കാണാതിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും ഭഗവാൻ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാകില്ല.
ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം, ഒരു ഡെലിവറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കീറലും മുറിക്കലും രക്തമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ കിടന്നുകൊണ്ടും ഭഗവാനെ വിളിക്കും. ഭഗവാന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്ന നിമിഷങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരാൾക്കും വേണ്ടെന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അടുക്കളയിൽ ഭഗവാന്റെ ഫോട്ടോ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വെക്കാം. ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് ആ ഡയലോഗ് തന്നെ നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ആലോചിക്കാം. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം, ഭഗവാനെ ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അടുക്കളയിലും ഭഗവാന്റെ ഫോട്ടോ വെക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ. അടുത്തത് രജിത സതീഷ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കിണറിലെ വെള്ളം വറ്റാതിരിക്കാനേ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതിയിലെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ തീരദേശം, ഗുരുവായൂർ ഒരു തീരദേശത്തിലാണ് പെടുക. അതുപോലെയല്ല കുറച്ച് അങ്ങോട്ട് ഉയർന്നിട്ടുള്ള ദേശങ്ങളിലെ. അപ്പോൾ അതിനനുസരിച്ചാണ് എപ്പോഴും വെള്ളം ലഭിക്കുക. എന്നിരുന്നാലും ഇപ്പോൾ വഴിപാടിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് പറയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അങ്ങനെ ഇന്ന വഴിപാടെന്നില്ല. അവിടെ ത്രിമധുരം നേദിക്കാം. ത്രിമധുരം നേദിച്ചിട്ട് അത് ആനയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുക. അതായത് ത്രിമധുരം നമുക്ക് നേദിക്കാം, നമുക്കത് സേവിക്കാം ആ പ്രസാദമൊക്കെ. എന്നാലും ആനയ്ക്ക് കൊടുക്കുക എന്ന് പറയാറുണ്ട് കേട്ടോ. സപ്തശുദ്ധിയൊക്കെ ചെയ്യാം. പിന്നെ ഈ കിണർ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറാനായിട്ട് വരാഹത്തെയാണ് പ്രീതിപ്പെടുത്തുന്നത്. അതായത് വരാഹ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും. ഭൂമിദേവിയും വരാഹവുമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വളരെ അപൂർവമേ അങ്ങനത്തെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ വരാഹത്തിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് അവിടെ വഴിപാടുകൾ ചെയ്യേണ്ടത്. അവിടെ പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരിക്കും ഭൂമി സംബന്ധമായ ദോഷങ്ങൾ മാറാനായിട്ട്. അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുക, അല്ലെങ്കിൽ നമുക്ക് പോകാതെ തന്നെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താണോ അവിടുത്തെ വഴിപാട്, പ്രധാനപ്പെട്ട വഴിപാട്, അത് ചെയ്യാം. വരാഹത്തിനാണ് അങ്ങനെ കൂടുതലായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വരാഹത്തിനാണ് വഴിപാട് ചെയ്യുക വരാഹ ക്ഷേത്രത്തിൽ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ത്രിമധുരത്തിന്റെ കാര്യം പറഞ്ഞു, സപ്തശുദ്ധി പറഞ്ഞു. ഇനിയിപ്പോൾ ഏത് വഴിപാട് വേണമെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പന് ചെയ്യാം. ഗുരുവായൂരപ്പൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചില വഴിപാടുകൾ ഇതൊക്കെ ഇങ്ങനെ പണ്ടുള്ളവരെ, ഇത് പ്രായമായവർ, മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാറുള്ളത്. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത്, കാര്യസാധ്യത്തിനായിട്ട് ചെയ്യുന്ന പോലെ എന്താണോ നമുക്ക് ചെയ്യാനായിട്ട് തോന്നുന്ന വഴിപാട് അത് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് വരാഹത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ വരാഹ ക്ഷേത്രത്തിൽ പോവുക, അവിടെയുള്ള പ്രധാനപ്പെട്ട വഴിപാട് ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലതാ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തിയാണ് കേട്ടോ. നടരാജ വിഗ്രഹം വീടുകളിൽ വെക്കാനായിട്ട് പാടുണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം കണ്ടപ്പോഴേ എനിക്ക് സത്യത്തിൽ എന്താ ഓർമ്മ വന്നതെന്നറിയോ? ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലായിട്ട് വെക്കാൻ പാടില്ല എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭഗവാൻ ഓടക്കുഴൽ ഊതുമ്പോൾ നമ്മളെയും അതേപോലെ തന്നെ ഊതി പുറത്തേക്കാക്കും. അങ്ങനെയാണ് ആ ഒരു സങ്കല്പം. അത് അന്നേ തന്നെ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ് ഈ ഓടക്കുഴൽ. അപ്പോൾ അത് ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന ഭഗവാനെ കാണുമ്പോഴല്ലേ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുക, ഭഗവാനും അതല്ലേ സന്തോഷം ഉണ്ടാകുക. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഓർമ്മ വന്നത്. നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടരാജൻ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. നൃത്തം ചെയ്യുന്ന ഭാവത്തിലുള്ള ഒരു വിഗ്രഹമാണത്. ഒരാള് നൃത്തം ചെയ്യണമെങ്കിൽ, ഏത് പാട്ടൊക്കെ പാടി നൃത്തം ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരിക്കണം അല്ലേ. സന്തോഷം കൂടുമ്പോഴാണ് അത് നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുക. അപ്പം മഹാദേവൻ നൃത്തം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണത്. അപ്പോൾ പാട്ടൊക്കെ പാടുക, നൃത്തമൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ സന്തോഷമുള്ളവരേ ചെയ്യുള്ളൂ. മഹാദേവന് സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സന്തോഷിക്കുന്ന വിഗ്രഹമല്ലേ അത്. അത് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ദോഷം ഉണ്ടാകുക? അതൊക്കെ തെറ്റിദ്ധാരണകളാണ് കേട്ടോ. നമുക്ക് ഭഗവാനോടൊപ്പം നൃത്തം ചെയ്യാൻ പറ്റുന്നുണ്ടോ പാട്ടൊക്കെ പാടിയിട്ട്? അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാ ചെയ്യണ്ടേ. ഇപ്പോൾ രാവണന്റെ കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. രാവണൻ സകല കലാവല്ലഭനാണ്. പാട്ടും നൃത്തവും ഈ കൊട്ടലും ഒക്കെ തന്നെയാണ്. അങ്ങനെയാണ് മഹാദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഇഷ്ടമായത് കൊണ്ടല്ലേ അതങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക. പണ്ടൊക്കെ കുറെ മുന്നേ ഈ പുതിയ വീടൊക്കെ വെച്ച് താമസമൊക്കെ മാറുമ്പോൾ സമ്മാനങ്ങളൊക്കെ നൽകുമല്ലോ. അപ്പോൾ ഈ നടരാജ വിഗ്രഹമൊക്കെയാണ് നൽകിയിരുന്നത്. അന്നുള്ളവരത് വാങ്ങി വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ളവർക്ക് എന്താ അങ്ങനെ ഒരു സംശയം വന്നതെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ശരി നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരത് ചിലപ്പോൾ കൊണ്ടുപോകും. പ്രത്യേകിച്ച് കുറച്ച് ഭാരവും കുറച്ച് വിലപിടിപ്പുള്ള വിഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് കൊണ്ടുപോയിരിക്കും. അപ്പം നമ്മൾ ചെന്നിട്ട് അവരെ വീട്ടിലത് കാണുകയാണ്. അപ്പോൾ അവർ പറയും അയ്യോ പൂജാമുറിയിൽ വെക്കുമ്പോഴേ പ്രശ്നമുള്ളൂ, ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയാണ് എവിടെ വേണമെങ്കിലും വെക്കാട്ടോ. അങ്ങനെയൊന്നും വിരോധമില്ല. അങ്ങനെ വെച്ചത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. നൃത്തം ചെയ്യുന്ന ഭഗവാനാ, സന്തോഷമുള്ള മഹാദേവനാ. പിന്നെ അത് മാത്രമല്ല
മഹാദേവൻ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഈ നൃത്തം ചെയ്യുന്ന സമയത്തല്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞിട്ട് ദക്ഷിണാമൂർത്തി ആ ഭാവത്തെ ധ്യാനിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഒരു ഭൂതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപസ്മാരം എന്ന് പേരുള്ള ഒരു ഭൂതമാണ്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അറിവില്ലായ്മയുടെയും മറവിയുടെ അന്ധതയുടെ ഒക്കെ പ്രതീകമാണ് ഈ ഒരു ഭൂതം. അതിനെ ചവിട്ടി പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെയും അങ്ങനെ തന്നെ ഒന്ന് സങ്കല്പിക്കുക. നമ്മളിലുള്ള അറിവില്ലായ്മയെ ചവിട്ടി പിടിച്ചിരിക്കുക, ഇല്ലാതാക്കുക ചെയ്യുക. അപ്പം നമ്മുടെ വീടുകളിൽ അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയിൽ ഉണ്ടായിരിക്കുള്ളൂ, നെഗറ്റിവിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വെക്കുന്നതൊക്കെ വളരെ നല്ലത്. സകല കലകളുടെയും നാഥനാണ് മഹാദേവൻ. അപ്പം എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ നടരാജവിഗ്രഹമൊക്കെ വീട്ടിൽ വെക്കുന്നത്. അതിൽ യാതൊരുവിധ ദോഷവും ഇല്ല. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളമായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.